പ്ലസ് ടുവിന് ശേഷമുള്ള കരിയർ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനുകളായ IIM-ൽ പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ സാധിക്കുന്നതും മാനേജ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് സെക്ടറിൽ മികച്ച അവസരങ്ങൾ ഒരുക്കി തരുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് അഥവാ IPM-നെ പറ്റിയാണ്. എന്താണ് IPM? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്? പ്രവേശന പരീക്ഷകൾ ഏതൊക്കെയാണ്? IPM കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? അഡ്മിഷൻ ആൻഡ് സെലക്ഷൻ എങ്ങനെയാണ്? ഫീസ് സ്ട്രക്ചർ എത്രയാണ്? എന്നിവയെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പേര് പോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം UGയും PGയും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു 5 ഇയർ കോഴ്സാണ് IPM. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനായ IIM-ലേക്ക് പ്ലസ് ടുവിന് ശേഷം നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നതാണ് IPM-ന്റെ പ്രത്യേകത. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബി സ്കൂൾസായ IIM ഇൻഡോർ, IIM റോത്തക്, IIM റാഞ്ചി, IIM ബോധ്ഗയ, IIM ജമ്മു എന്നീ ഇൻസ്റ്റിറ്റ്യൂഷനുകളോടൊപ്പം തന്നെ IIFT പോലുള്ള മറ്റ് പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇനി ഈ പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയും പ്രവേശനവും എങ്ങനെയാണെന്ന് നോക്കാം. കോഴ്സിൽ ചേരുന്നതിനായുള്ള പ്രായപരിധി 20 വയസ്സാണ്. ജനറൽ ആൻഡ് NC OBC കാറ്റഗറിയിൽ പെടുന്ന എല്ലാ അപേക്ഷകരും മിനിമം 60% മാർക്ക് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നേടിയിരിക്കണം. എന്നാൽ SC ST ഡിസബിലിറ്റി കാറ്റഗറിയിൽ പെടുന്നവർക്ക് 55% മാർക്ക് മാത്രം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മതിയാകും. IGC SC IB പോലുള്ള ഇൻ്റർനാഷണൽ ബോർഡ് സ്കൂൾസിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. IPMAT അഥവാ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും JIPMAT അഥവാ ജോയിൻറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് IPM കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയായി വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കണക്കാക്കുന്നത്. IIM ഇൻഡോറും IIM റോത്താക്കും നടത്തുന്ന എക്സാം IPMAT ആണ്. എന്നാൽ 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളും രണ്ടായി തന്നെയാണ് എക്സാം നടത്തുന്നത്. ഇതിൽ IIM ഇൻഡോർ നടത്തുന്ന എക്സാമാണ് IIM റാഞ്ചി എൻട്രൻസ് എക്സാമായി കണക്കാക്കുന്നത്. പിന്നെയുള്ള IIM ബോധ്ഗയയും ജമ്മുവും എൻട്രൻസ് എക്സാമായി കണക്കാക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന JIPMAT ആണ്. IIM ഇൻഡോർ നടത്തുന്ന IPMAT-ൽ 3 സെക്ഷനുകളായാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ തന്നെ 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 30 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആദ്യ 2 സെക്ഷനുകളായും വെർബൽ എബിലിറ്റി പരിശോധിക്കുന്നതിനായുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 3ാമത്തെ സെക്ഷനുമായാണ് ചോദിക്കുന്നത്. ഓരോ സെക്ഷനും 40 മിനിറ്റ് വീതമാണ് ഉള്ളത്. അങ്ങനെ 120 മിനിറ്റിൽ 90 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. IIM റോത്തക് IPMAT-ഉം JIPMAT-ഉം ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആദ്യത്തെ സെക്ഷനിലും ലോജിക്കൽ റീസണിംഗ് ആൻഡ് വെർബൽ എബിലിറ്റി 2ഉം 3ഉം സെക്ഷനുകളായുമാണ് ചോദിക്കുന്നത്. സിലബസുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ മറ്റൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. എൻട്രൻസ് എക്സാം സ്കോറിനൊപ്പം പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും IPM കോഴ്സിലേക്കുള്ള സെലക്ഷൻ നടത്തുക. ഇനി നമുക്ക് IPM കോഴ്സിൻ്റെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. IPM ഒരു ജോയിൻറ്റ് BB ആൻഡ് MBA കോഴ്സ് ആയതിനാൽ ഫൗണ്ടേഷണൽ കോഴ്സസും സ്പെഷ്യലൈസ്ഡ് ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സസും ഉൾപ്പെടുന്ന ഒരു യൂണീക്ക് കോഴ്സ് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. കോഴ്സിൻ്റെ ആദ്യ 3 വർഷങ്ങളിൽ കോർ വിഷയങ്ങളായി വരുന്നത് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. മൈനർ വിഷയങ്ങളായി വരുന്നത് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ് സ്കിൽസ്, ഫൈൻ ആർട്സ് എന്നിവയാണ്. തുടർന്നുള്ള 2 വർഷങ്ങളിൽ പ്രധാന വിഷയങ്ങളായ ഫിനാൻസ്, അക്കൗണ്ടിംഗ്, കമ്മ്യൂണിക്കേഷൻ, എക്കണോമിക്സ്, ഇൻ്റർനാഷണൽ ട്രേഡ്, മാർക്കറ്റിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം, ഓപ്പറേഷണൽ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് എന്നിവയാണ്. കോഴ്സ് ഓഫർ ചെയ്തിരിക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ ഫീസ് സ്ട്രക്ചറാണുള്ളത്. 5 വർഷത്തെ കോഴ്സ് പഠനത്തിനായി ഏകദേശം 30 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ഇത് കോളേജ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫീ വളരെ കൂടുതലാണെങ്കിലും ലഭിക്കുന്ന എക്സ്പോഷർ മൂല്യമുള്ളതാണ്. ഫീസ് അടയ്ക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനായി ബാങ്കുകൾ വഴി ലോണുകൾ ലഭ്യമാണ്. മറ്റുള്ള വിദ്യാഭ്യാസ ലോണുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊളാറ്ററൽ സെക്യൂരിറ്റി ആവശ്യമില്ലാതെയാണ് ബാങ്കുകൾ ലോണുകൾ അനുവദിക്കുക. IIM-ന്റെ ആവറേജ് സാലറി പാക്കേജുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്ന നിങ്ങളുടെ ആശങ്ക മാറുന്നതായിരിക്കും. ഇനി IPM കോഴ്സുകളുടെ പ്രത്യേകതകൾ നോക്കാം. പ്ലസ് ടുവിന് ശേഷം IIM-ൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയും 5 വർഷം IIM-ൽ തന്നെ ചിലവഴിക്കാം എന്നുള്ളതുമാണ് IPM-ന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കുന്നത്. അതോടൊപ്പം IIM-ന്റെ കരിക്കുലം ഒരു വിദ്യാർത്ഥിയെ ഒരു മികച്ച ലീഡറാക്കി കൂടി ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ഇന്റേൺഷിപ്പ് അവസരങ്ങൾ IIM ഒരുക്കി തരുന്നുണ്ട്. മികച്ച സാലറി പാക്കേജിൽ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് നേടാനുള്ള അവസരങ്ങൾ ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്നതാണ്.
IIMന്റെ ഹയസ്റ്റ് ആൻഡ് ആവറേജ് സാലറി പാക്കേജ് നിങ്ങൾക്ക് ഓരോ IIM സൈറ്റിൽ പോയി നോക്കിയാലും കാണാവുന്നതാണ്. അതോടൊപ്പം ഏതൊക്കെ കമ്പനികളാണ് IIM പ്ലേസ്മെന്റ് ഡ്രൈവിൽ പങ്കെടുക്കുന്നതെന്നും മനസ്സിലാക്കാവുന്നതാണ്. മികച്ച ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ഒരാൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും അതിനു മുകളിലേക്ക് സാലറി ലഭിക്കുമെന്നും ഓർക്കുക. IPM കോഴ്സിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചാൽ 3-ാം വർഷം കോഴ്സ് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ IIM നിങ്ങൾക്ക് നൽകുന്നുണ്ട്. IPMന്റെ എൻട്രൻസ് എക്സാമായ IPMAT ഡിഗ്രിക്ക് ശേഷം IIM MBA പഠിക്കാൻ സാധിക്കുന്ന CAT എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. കുറവ് സീറ്റുകൾ മാത്രമുള്ളതിനാൽ IPM പ്രവേശനം വളരെ കോമ്പറ്റീഷൻ ഉള്ളതാണ്.